മദീനയിലേക്ക് പാലായനം ചെയ്തെത്തിയ പ്രവാചകനും അനുയായികൾക്കും അന്നൊരു സന്തോഷത്തിന്റെ ദിവസമായിരുന്നു. വർഷങ്ങളായി തങ്ങളെ നിരന്തരമായി പീഡിപ്പിക്കപ്പെടുകയും കച്ചവടവും സമ്പത്തുമെല്ലാം പിടിച്ചടക്കി പിറന്ന നാടിൽ നിന്ന് പാലായനം ചെയ്യാൻ നിർബന്ധിതരാക്കിയ മക്കയിലെ പ്രമാണിമാർക്കെതിരെ പ്രതിരോധിക്കുവാൻ ദൈവികമായ കൽപ്പന വന്നിരിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 22-ാം അധ്യായം സൂറത്തുൽ ഹജ്ജിലെ 39-ാം വചനത്തിലൂടെ അള്ളാഹു പ്രതിരോധിക്കുവാനുള്ള അനുമതി നൽകിയിരിക്കുന്നത്. നിങ്ങൾ ആക്രമിക്കപ്പെട്ടതിനാൽ നിങ്ങൾക്ക് തിരിച്ചടിക്കുവാനുള്ള അനുമതി നൽകിയിരിക്കുന്നു. ഏകദൈവത്തിൽ വിശ്വസിച്ചു എന്ന ഒറ്റ കാരണത്താൽ സുമയ്യ, യാസിർ തുടങ്ങിയ ധാരാളം അനുചരന്മാരെയാണ് മക്കക്കാർ ക്രൂരമായി പീഡിപ്പിച്ചു കൊലപ്പെടുത്തിയത്. പലരും ആഫ്രിക്കൻ രാജ്യമായ അബ്സീനിയ പോലത്തെ പ്രദേശങ്ങളിലേക്ക് പാലായനം ചെയ്യുവാൻ നിർബന്ധിതരായി. ശക്തമായ ബഹിഷ്കരണം നടത്തി വർഷങ്ങളോളം ജീവൻ നിലനിർത്താൻ വേണ്ട ഭക്ഷണം പോലും മക്കക്കാർ തടഞ്ഞുവെച്ചു. പ്രവാചകൻ മുഹമ്മദ് നബിയും അനുയായികളും അവസാനം മക്കയിൽ നിന്ന് പാലായനം ചെയ്ത് മദീനയിൽ എത്തിയപ്പോഴും മക്കയിലെ പ്രമാണിമാർ അടങ്ങിയിരുന്നില്ല. മദീനയിലെ നേതാക്കൾക്ക് നിരന്തരം ഭീഷണി കത്തുകൾ അയച്ചുകൊണ്ടിരുന്നു. ഹസ്രജ് ഗോത്രത്തിലെ പ്രമുഖനായ അബ്ദുല്ലാഹിബ്നു ഉബയ്യിബ്നു സലൂലിന് മക്കയിലെ വിഗ്രഹാരാധകരായ പ്രമാണിവർഗം അയച്ച ഒരു ഭീഷണി കത്ത് ഇങ്ങനെയായിരുന്നു: നിങ്ങൾ അഭയം നൽകിയ ഞങ്ങളുടെ നാട്ടുകാരായ വ്യക്തിയെയും അനുയായികളെയും മദീനയിൽ നിന്ന് പുറത്താക്കുകയോ അവരുമായി യുദ്ധം ചെയ്യുകയോ ചെയ്യണം. അല്ലാത്തപക്ഷം മക്കയിൽ നിന്ന് ഞങ്ങളൊരു സൈനിക സംഘത്തെ അയച്ച് നിങ്ങളുടെ യോദ്ധാക്കളെ മുഴുവൻ വധിക്കുകയും സ്ത്രീകളെ അധീനപ്പെടുത്തുകയും ചെയ്യും. എന്നാൽ ഇത്തരം ഭീഷണികൾക്കൊന്നും മദീനയിൽ കാര്യമായൊരു ചലനം സൃഷ്ടിക്കുവാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ശക്തമായൊരു സൈനിക നടപടിയിലേക്ക് ചുവടുമാറ്റാൻ മക്കയിലെ ഖുറൈശി പ്രമുഖർ മുന്നൊരുക്കം തുടങ്ങി. മക്കക്കാരുടെ പ്രധാന മാർഗം കച്ചവടമാണെന്നിരിക്കെ ഓരോ കച്ചവട യാത്രകളിൽ നിന്നും അതിനു വേണ്ട പണം സ്വരൂപിക്കുവാൻ തുടങ്ങി. 14 വർഷത്തെ കൊടും പീഡനങ്ങൾക്ക് ശേഷമാണ് പ്രവാചകന് പ്രതിരോധിക്കുവാനുള്ള അനുമതി അള്ളാഹു നൽകുന്നത്. ഇതിനിടയിൽ കഠിനമായ ആക്രമണങ്ങൾ നേരിടുന്ന പല അവസരങ്ങളിലും അനുയായികൾ പ്രവാചകനോട് പ്രതിരോധിക്കുവാൻ ആവശ്യപ്പെട്ടെങ്കിലും ക്ഷമ കൈക്കൊള്ളുവാനും ഇപ്പോൾ തിരിച്ചടിക്കുവാനുള്ള കൽപ്പനയില്ല എന്നുമായിരുന്നു മറുപടി. മദീനയിൽ പുതിയൊരു രാജ്യം രൂപീകൃതമാവുകയാണ്. പ്രവാചകൻ മദീനയിലെ ജൂതന്മാരടക്കമുള്ളവരുമായി പല പ്രതിരോധ കരാറുകളും ഉണ്ടാക്കി. എന്നാൽ മക്കയിൽ നിന്നുള്ള ഭീഷണി അനുദിനം വർദ്ധിച്ചു. തുടക്കത്തിൽ പ്രവാചകനും അനുയായികൾക്കും പ്രതിരോധിക്കുന്നതിനപ്പുറമായിരുന്നു അവരുടെ ശക്തി. അതുകൊണ്ട് തന്നെ ലോകം കണ്ട സുപ്രധാന യുദ്ധതന്ത്രജ്ഞന്മാരിലൊരാളായ പ്രവാചകൻ മുഹമ്മദ് നബി മക്കക്കാർക്കെതിരെ സാമ്പത്തികമായി ഉപരോധിക്കുവാൻ തുടങ്ങി. ചരിത്രകാരന്മാർ ഇതിന് പല കാരണങ്ങൾ കണ്ടെത്തുന്നുണ്ട്. ഓരോ കച്ചവട സംഘത്തിനും ലഭിക്കുന്ന വരുമാനത്തിന്റെ നിശ്ചിത ശതമാനം മദീനയെ ആക്രമിക്കുവാനുള്ള സൈനിക സംഘത്തിന് വേണ്ടിയാണ് നീക്കിവെക്കുന്നത്. മക്കക്കാരുടെ പ്രധാന വരുമാനം കച്ചവടമാണെന്നിരിക്കെ കച്ചവട സംഘങ്ങളുടെ സുഗമമായ യാത്രക്ക് ഭംഗമേൽക്കുന്നത് തീർച്ചയായും അവരുടെ വരുമാനത്തെയും മദീനയെ ആക്രമിക്കാൻ തയ്യാറാക്കുന്ന സൈനിക സംഘത്തെയും നേരിട്ട് തന്നെ ബാധിക്കും. അതുപോലെ തന്നെ പ്രവാചകന്റെ ഒട്ടുമിക്ക അനുയായികളും ജീവിതകാലം മുഴുവൻ അധ്വാനിച്ച് സമ്പാദിച്ചതെല്ലാം മക്കയിൽ ഉപേക്ഷിച്ചാണ് മദീനയിലേക്ക് പാലായനം ചെയ്തത്. ഇതിൽ നല്ലൊരു ഭാഗം ആളുകളുടെയും സമ്പത്ത് മക്കയിലെ ഖുറൈശികൾ പിടിച്ചെടുത്തിരുന്നു. ഖുറൈശികൾ കച്ചവടത്തിന് ഉപയോഗിക്കുന്ന മൂലധനത്തിന്റെ നല്ലൊരു ഭാഗം പാലായനം ചെയ്ത പ്രവാചക അനുയായികളുടേതാണെന്ന് സാരം. സിറിയയിലേക്ക് പോകുന്ന മക്കക്കാരുടെ കച്ചവട സംഘങ്ങൾ മദീനയുടെ തൊട്ടടുത്തുകൂടെയായിരുന്നു കടന്നു പോയിരുന്നത്. ഇവർക്കെതിരെ പ്രവാചകന്റെ നിർദ്ദേശപ്രകാരം പല സൈനിക നീക്കങ്ങളും നടത്തി. ഇത്തരം സൈനിക നീക്കങ്ങളിൽ പലതിലും രക്തച്ചൊരിച്ചിലുകളോ കച്ചവട വസ്തുക്കൾ കയ്യേറുകയോ ചെയ്തിട്ടില്ല. ഇതുകൊണ്ട് തന്നെ ഒരു വിഭാഗം പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് പ്രവാചകന്റെ സൈനിക ശക്തി മക്കക്കാർക്ക് മുമ്പിൽ ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നതുകൂടിയായിരുന്നു ഈ നീക്കങ്ങളുടെ ഉദ്ദേശം. ഇത്തരത്തിലുള്ള ആദ്യത്തെ സൈനിക നീക്കം നടത്തിയത് ഹിജ്റ വർഷം 1 റമദാൻ മാസത്തിൽ 30ഓളം സൈനികരെ അണിനിരത്തി പ്രവാചകന്റെ പിതൃവ്യൻ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ യാംബുവിന് തൊട്ടടുത്ത പ്രദേശത്തേക്കാണ് അയച്ചത്. മക്കയിലെ പ്രമുഖനായിരുന്ന അബൂജഹലിന്റെ നേതൃത്വത്തിൽ ഷാമിൽ നിന്ന് കച്ചവടം കഴിഞ്ഞ് തിരിച്ചു വരുന്ന 300ഓളം വരുന്ന സംഘത്തെ തടയുക എന്നതായിരുന്നു ഇവരുടെ ലക്ഷ്യം. യാംബുവിന് തൊട്ടടുത്ത ജുഹ്ന ഗോത്രക്കാരുടെ പ്രദേശമെത്തിയപ്പോൾ ഇരു സംഘങ്ങളും കണ്ടുമുട്ടി. വാഗ്വാദത്തിനും പോർവിളികൾക്കുമൊടുവിൽ ഇരു സംഘങ്ങളും ഏറ്റുമുട്ടുവാൻ വേണ്ടി അണിനിരന്നു. എന്നാൽ ജുഹ്ന ഗോത്രത്തലവൻ മജ്ദീദ് ഇബ്നു അംറിന്റെ നേതൃത്വത്തിൽ രംഗം ശാന്തമാക്കുവാൻ ശ്രമിച്ച് ഇരു സംഘങ്ങളെയും ഏറ്റുമുട്ടലിൽ നിന്ന് പിന്തിരിപ്പിച്ചു. തുടർന്ന് രക്തച്ചൊരിച്ചിലില്ലാതെ ഇരു സംഘങ്ങളും പിരിഞ്ഞു പോവുകയായിരുന്നു. തൊട്ടടുത്ത മാസം ഷവ്വാലിൽ പ്രവാചകൻ ഉബൈദ് ഇബ്നു ഹാരിസയുടെ നേതൃത്വത്തിൽ 60ഓളം വരുന്ന മറ്റൊരു സംഘത്തെ റാബിക്കിലേക്ക് അയച്ചു.
മക്കയിലെ പ്രമുഖനും പിൽക്കാലത്ത് ഇസ്ലാം മതം സ്വീകരിക്കുകയും ചെയ്ത അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ 200ഓളം വരുന്ന കച്ചവട സംഘത്തെ തടയുക എന്നതായിരുന്നു അവരുടെ ദൗത്യം. റാബിക് താഴ്വരയിൽ വെച്ച് കണ്ടുമുട്ടിയ ഇരു സംഘങ്ങളും ഏറ്റുമുട്ടലിന് വേണ്ടി അണിനിരന്നു പരസ്പരം അമ്പെയ്ത്തു നടത്തുകയും ചെയ്തു. എന്നാൽ ഇരുപക്ഷത്തും പരിക്കോ ആളപായമോ ഉണ്ടായില്ല. മുസ്ലിം പക്ഷത്തു നിന്ന് ആദ്യത്തെ അമ്പെയ്തത് സഅദ് ഇബ്നു അബീ വക്കാസ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. ഇസ്ലാമിക ചരിത്രത്തിലെ ശത്രുക്കൾക്കെതിരെ തൊടുത്ത ആദ്യത്തെ അമ്പായിരുന്നു ഇത് എന്നതുകൊണ്ട് തന്നെ ഏറെ ചരിത്ര പ്രസിദ്ധമാണ്. സരിയത്ത് ഉബൈദ് ഇബ്നു ഹാരിസ എന്നാണ് ഈ സൈനിക നീക്കത്തെ വിളിക്കാറ്. തൊട്ടടുത്ത ദുൽഖഅദ് മാസത്തിൽ സഅദ് ഇബ്നു അബീ വക്കാസ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ജുഹഫക്കടുത്തുള്ള ഹറാസ് എന്ന സ്ഥലത്തേക്ക് മറ്റൊരു സൈനിക സംഘത്തെ പ്രവാചകൻ അയച്ചു. മക്കയിലെ ഖുറൈശികളുടെ കച്ചവട സംഘത്തെ തടയുക എന്നതായിരുന്നു ഇവരുടെയും ലക്ഷ്യം. എന്നാൽ അവർ എത്തുന്നതിന് മുമ്പേ കച്ചവട സംഘം ആ വഴി കടന്നുപോയിരുന്നു. തുടർന്ന് സഫർ മാസത്തിൽ പ്രവാചകന്റെ നേരിട്ടുള്ള നേതൃത്വത്തിൽ 70ഓളം അനുചരന്മാരെ കൂടി ഉൾപ്പെടുത്തി അബവാ എന്ന സ്ഥലത്തേക്ക് സൈനിക നീക്കം നടത്തി. ചെങ്കടലിന്റെ തീരത്തോടടുത്ത് സ്ഥിതി ചെയ്യുന്ന റാബിക്കിനും മദീനയ്ക്കുമിടയിലാണ് അബവാ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. മക്കക്കാരുടെ കച്ചവട സംഘത്തെ തടയുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. എന്നാൽ അവരെത്തുന്നതിന് മുമ്പ് തന്നെ കച്ചവട സംഘം കടന്നുപോയിരുന്നു. ഹസ്വത്ത് അബവാ എന്ന പേരിലാണ് ഈ സൈനിക നീക്കം അറിയപ്പെടുന്നത്. പിന്നീട് പ്രവാചകൻ അബവാ താഴ്വരയിലെ താമസക്കാരായ പ്രധാന ഗോത്രക്കാരെ പരിചയപ്പെടുകയും പ്രതിരോധ കരാറുണ്ടാക്കുകയും ചെയ്തു. പരസ്പരം ആക്രമിക്കുകയില്ല എന്നും മറ്റുള്ളവർ ആക്രമിക്കുന്ന വേളയിൽ ബാഹ്യശക്തികളെ സഹായിക്കുകയില്ല എന്നുമായിരുന്നു കരാർ. പ്രവാചകന്റെ കുട്ടിക്കാലത്ത് ഉമ്മയോടൊപ്പം മദീനയിൽ നിന്ന് മക്കയിലേക്കുള്ള യാത്രമധ്യേ അബവാ എന്ന സ്ഥലത്ത് വെച്ചാണ് പ്രവാചകന്റെ ഉമ്മ മരണമടയുന്നത്. റാബിക്കിൽ നിന്ന് ഏതാനും കിലോമീറ്റർ അകലെയുള്ള അബവാ താഴ്വരയിലാണ് ആമിന ബീവിയുടെ ഖബർ സ്ഥിതി ചെയ്യുന്നത്. മക്കയിലെ പ്രമുഖനായിരുന്ന ഉമയ്യ് ഇബ്നു ഖലഫിന്റെ നേതൃത്വത്തിൽ 2500-ൽ പരം ഒട്ടകങ്ങൾ അടങ്ങുന്ന കച്ചവട സംഘത്തിൽ ലക്ഷ്യം വെച്ച് പ്രവാചകന്റെ നേരിട്ടുള്ള നേതൃത്വത്തിൽ 200ഓളം അനുയായികളുമായി ബുവാത്ത് എന്ന സ്ഥലത്തേക്ക് സൈനിക നീക്കം നടത്തി. എന്നാൽ അവർ എത്തുന്നതിന് മുമ്പ് തന്നെ കച്ചവട സംഘം കടന്നുപോയിരുന്നു. സഅദ് ഇബ്നു അബീ വക്കാസ് റളിയല്ലാഹു അൻഹു ആയിരുന്നു ഈ സംഘത്തിന്റെ പതാകവാഹകൻ. ഹസ്വത്ത് ബുവാത്ത് എന്ന പേരിലാണ് ഈ സൈനിക നീക്കം അറിയപ്പെടുന്നത്. ഇതേ മാസത്തിൽ തന്നെയാണ് ബദറിനോട് അടുത്ത സഫുവാൻ എന്ന പ്രദേശത്തെ ഫിഹർ ഗോത്രത്തിന്റെ തലവനായ ഖുർസ് ഇബ്നു ജാബിറിന്റെ നേതൃത്വത്തിൽ മദീനയുടെ പ്രാന്തപ്രദേശങ്ങൾ ആക്രമിച്ച് നിരവധി ഒട്ടകങ്ങളും ആടുകളും അടങ്ങുന്ന നാൽക്കാലികളെ കൊള്ള ചെയ്തു കൊണ്ടുപോയി. വാർത്തയറിഞ്ഞയുടനെ പ്രവാചകന്റെ നേതൃത്വത്തിൽ 70ഓളം അനുചരന്മാരെയും അണിനിരത്തി കവർച്ച ചെയ്ത മൃഗങ്ങളെ തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടി സൈനിക നീക്കം നടത്തി. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആയിരുന്നു ഈ സംഘത്തിലെ പതാകവാഹകൻ. എന്നാൽ പ്രവാചകനും സംഘവും എത്തുന്നതിന് മുമ്പ് തന്നെ ഫിഹർ ഗോത്രക്കാർ സഫ്വാൻ എന്ന പ്രദേശം വിട്ടോടിപ്പോയിരുന്നു. ഹസ്വത്ത് സഫ്വാൻ എന്നും ഒന്നാം ബദർ എന്ന പേരുകളിലുമായിട്ടാണ് ഈ സൈനിക നീക്കം അറിയപ്പെടുന്നത്. പ്രവാചകൻ മക്കയിൽ നിന്ന് പലായനം ചെയ്ത് മദീനയിലെത്തിയ ഉടനെ തന്നെ എല്ലാ മേഖലകളിലും തന്റെ അനുചരന്മാരെ മികച്ച പരിശീലനം നൽകി വാർത്തെടുക്കുകയായിരുന്നു. ദേശ സുരക്ഷയ്ക്ക് അതിൽ പ്രമുഖ സ്ഥാനമാണ് നൽകിയിരുന്നത്. ഓരോ സൈനിക നീക്കത്തിനും വ്യത്യസ്തയാളുകളെയാണ് ചുമതലപ്പെടുത്തിയത്. അതുപോലെ തന്നെ പ്രവാചകൻ മദീന വിട്ട് പോകുമ്പോൾ ഓരോ പ്രാവശ്യവും പട്ടണത്തിന്റെ ചുമതല വ്യത്യസ്ത അനുചരന്മാരെയാണ് ഏൽപ്പിച്ചത്. എല്ലാ മേഖലകളിലും വ്യത്യസ്ത ആളുകളെ വളർത്തിക്കൊണ്ടുവരിക എന്നതായിരുന്നു ഇതിന്റെ ലക്ഷ്യം. ഇതേ വർഷം ജമാദുൽ ഊലായിൽ മക്കയിലെ ഖുറൈശി പ്രമുഖനും വ്യാപാരിയുമായിരുന്ന അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ വളരെ വലിയൊരു കച്ചവട സംഘം ഷാമിലേക്ക് പുറപ്പെടുന്നുണ്ടെന്ന വാർത്ത പ്രവാചകന് ലഭിച്ചു. പ്രവാചകന്റെ നേതൃത്വത്തിൽ 200ഓളം വരുന്ന അനുചരന്മാരുമായി ദുൽ ഉഷൈറ എന്ന സ്ഥലത്ത് വെച്ച് കച്ചവട സംഘത്തെ തടയുവാൻ വേണ്ടി പുറപ്പെട്ടു. എന്നാൽ മുസ്ലിങ്ങളുടെ നീക്കം മണത്തറിഞ്ഞ അബൂ സുഫിയാനും സംഘവും മറ്റൊരു വഴിയിലൂടെ രക്ഷപ്പെടുകയും ചെയ്തു. ഷാമിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ മുസ്ലിങ്ങൾ തങ്ങളെ ആക്രമിക്കുമെന്ന ഭീഷണി മുന്നിൽ കണ്ടു അദ്ദേഹം സുരക്ഷയേകാൻ ഒരു സൈനിക സംഘത്തെ തയ്യാറാക്കി നിർത്താൻ മക്കയിലേക്ക് സന്ദേശം അയക്കുകയും ചെയ്തു. പ്രവാചകനും സംഘവും ദുൽ ഉഷൈറിൽ എത്തിയപ്പോഴേക്കും കച്ചവട സംഘം മറ്റൊരു വഴിയിലൂടെ രക്ഷപ്പെട്ടതുകൊണ്ട് അനിഷ്ട സംഭവങ്ങളൊന്നുമില്ലാതെ ആ സൈനിക നീക്കം അവസാനിച്ചു. മക്കയിൽ നിന്ന് പ്രവാചകന്റെ കൂടെ മദീനയിലേക്ക് വന്നവരെ മുഹാജിറുകൾ അഥവാ പലായനം ചെയ്തവർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ മക്കക്കാരെ ഇരു കൈകളും നീട്ടി സ്വീകരിച്ച മദീനയിലെ മുസ്ലിങ്ങളെ അൻസാറുകൾ അഥവാ സഹായിച്ചവർ, അഭയം നൽകിയവർ തുടങ്ങിയ പേരിലാണ് അറിയപ്പെടുന്നത്. പലായനം ചെയ്യുന്നതിന് മുമ്പ് പ്രവാചകൻ മദീനക്കാരുമായി ഒരു കരാറുണ്ടാക്കിയിരുന്നു.
പ്രവാചകനെ ആരെങ്കിലും ആക്രമിച്ചാൽ പ്രതിരോധിക്കുമെന്നും എന്നാൽ പ്രവാചകൻ നടത്തുന്ന സൈനിക നീക്കങ്ങൾക്ക് മദീനയിലെ മുസ്ലിങ്ങൾ പങ്കെടുക്കണമെന്ന് അതിൽ വ്യവസ്ഥയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതുവരെയുള്ള സൈനിക നീക്കങ്ങളിലെല്ലാം മുഹാജിറുകൾ മാത്രമാണ് പങ്കെടുത്തത്. എന്നാൽ ഷാമിൽ നിന്ന് വരുന്ന അബൂ സുഫിയാനും സംഘത്തെയും തടയുന്നതിന് മുന്നോടിയായി പ്രവാചകൻ അൻസാറുകളോട് അഭിപ്രായം ചോദിച്ച സമയത്ത് സൈനിക നീക്കങ്ങളിൽ പങ്കെടുക്കുവാൻ അവർ അതിയായ താല്പര്യം പ്രകടിപ്പിച്ചു. തുടർന്ന് പ്രവാചകന്റെ നേതൃത്വത്തിൽ റമദാൻ മാസത്തിൽ അബൂ സുഫിയാന്റെ കച്ചവട സംഘത്തെ തടയുവാൻ പുറപ്പെട്ടു. ഇത്തവണ മദീനയിലെ മുസ്ലിങ്ങളെയും സംഘത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ മുൻ സൈനിക നീക്കങ്ങളെ അപേക്ഷിച്ച് സൈനിക ബലം കൂടുതലായിരുന്നു. 313 പേരാണ് ഈ സൈനിക നീക്കത്തിൽ പങ്കെടുത്തത്. മദീനക്കും യാബൂനും ഇടയിലുള്ള ബദർ എന്ന സ്ഥലത്തെത്തിയപ്പോൾ മുസ്ലിങ്ങൾ തങ്ങളുടെ 3 ഇരട്ടി ആൾബലവും ആയുധബലവുമുള്ള മക്കയിലെ ഖുറൈശികളുടെ സൈന്യത്തെയാണ് കണ്ടുമുട്ടിയത്. തന്ത്രശാലിയായ അബൂ സുഫിയാൻ കച്ചവട സംഘവുമായി മറ്റൊരു വഴിയിലൂടെ രക്ഷപ്പെട്ടിരുന്നു. എന്നാൽ മക്കയിലെ ഖുറൈശി പ്രമുഖൻ അബൂജഹലിന്റെ നേതൃത്വത്തിലുള്ള സൈനിക സംഘം മുസ്ലിങ്ങളെ യുദ്ധത്തിനു വേണ്ടി വെല്ലുവിളിച്ചു. ആൾബലവും ആയുധബലവും കുറവായിട്ടും സർവശക്തനായ ജഗന്നിയന്താവിൽ പ്രതീക്ഷയർപ്പിച്ച് പ്രവാചകനും അനുചരന്മാരും യുദ്ധത്തിന് തയ്യാറായി. സർവശക്തന്റെ അപാര അനുഗ്രഹത്തോടെ മുസ്ലിങ്ങൾ അതിശക്തമായി പൊരുതി വിജയം കൈവരിക്കുകയും ചെയ്തു. ഖുറൈശി നേതാവ് അബൂജഹിലടക്കം 70ഓളം പേർ കൊല്ലപ്പെടുകയും 70ഓളം പേരെ തടവുകാരായി പിടികൂടുകയും ചെയ്തു. മുസ്ലിം പക്ഷത്ത് 6 മുഹാജിറുകളും 8 അൻസാറുകളുമടക്കം 14 പേർ രക്തസാക്ഷികളായി. മുസ്ലിങ്ങൾക്ക് വർദ്ധിച്ച ആത്മവിശ്വാസമാണ് ഈ വിജയം നൽകിയത്. കാര്യമായ മുന്നൊരുക്കമില്ലാതെ സർവായുധ സജ്ജരായ എതിരാളികളെ പരാജയപ്പെടുത്തിയത് ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ഒന്നായിരുന്നു. പ്രവാചകൻ പങ്കെടുത്ത യുദ്ധങ്ങളുടെ എണ്ണങ്ങളെക്കുറിച്ച് ചരിത്രകാരന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും നേരിട്ട് പങ്കെടുത്ത പ്രധാനപ്പെട്ടത് 8 യുദ്ധങ്ങളാണ്. ചില യുദ്ധങ്ങളിൽ പ്രവാചകൻ നേരിട്ട് പങ്കെടുക്കാതെ സൈന്യത്തെ അയക്കുകയാണ് ചെയ്തത്. പ്രവാചകൻ നേരിട്ട് പങ്കെടുത്ത യുദ്ധങ്ങളെ ഹസുവ എന്നും നേരിട്ട് പങ്കെടുക്കാതെ സൈനികരെ അയച്ച യുദ്ധങ്ങളെ സെരിയ എന്നുമാണ് വിളിക്കാറ്. 10 വർഷത്തോളമുള്ള മദീന കാലഘട്ടത്തിലെ പ്രവാചകന്റെ ജീവിതത്തിനിടയിൽ നടന്ന യുദ്ധങ്ങളിൽ 255 മുസ്ലിങ്ങളും 759 ശത്രുക്കളുമടക്കം 1014 പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്.